ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ CDDLX വണ്ടി നമ്മൾ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ അത് റിപ്പയറിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക്, ജോബ് കാർഡിൽ പറഞ്ഞ വർക്ക് ലെഫ്റ്റ് സൈഡ് ഗ്രിപ്പ് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് പുറവണ്ടി ഒഴിക്കണം. അതേപോലെ തന്നെ ഓയിൽ ലീക്ക്, ലെഫ്റ്റ് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, ബ്രേക്ക് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഈ കോയിൽ പ്ലേറ്റിൻ്റെ ഓയിൽ സീൽ പോയാലാണ് കംപ്ലയിൻറ്റ് കേട്ടോ. നിലവിൽ ഞാനത് അഴിച്ചിട്ടില്ല. അഴിക്കുമ്പോഴാണ് വേറെ എന്തെങ്കിലും പ്രോബ്ലം, അതായത് വല്ല ക്രാക്കോ വല്ല പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞ് അപ്രൂവൽ കിട്ടിയിട്ടാണ് എനിക്കത് അഴിക്കാൻ പറ്റുള്ളൂ. കംപ്ലയിൻസ് ഇവിടുന്നാണ്. അത് അതിൻ്റെ ഉള്ളിൽ വേണ്ടത് ഒരു ഓയിൽ സീലും ഒരു ഓറിങ് കിറ്റുമാണ് വരിക. പിന്നെ അതേപോലെ തന്നെ ഗിയർ ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ പറഞ്ഞാൽ ഈ ഗിയറിൻ്റെ സ്പ്രിൻ്റ് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കുണ്ട്. അതുകൂടി ഒന്ന് മാറ്റിയിട്ടാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ അഴിച്ചു ഊറ്റിയെടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് ആ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് അഴിക്കുമ്പോൾ ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ഓയിലിൻ്റെ അളവ് നോക്കിക്കോട്ടെ. ഏകദേശം ഒരു 400 ml തികച്ചില്ല. 350 മില്ലിയോട് നിലവിലുള്ള കേട്ടോ. 400 മില്ലി കഷ്ടി, 400 മില്ലി തികയില്ല. 350 നിസ്സാരം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് ഓയിൽ പുതിയത് നമ്മൾ ടോപ്പ് ചെയ്യണതിൽ വലിയ കഥയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയത്തെ ഭാഗങ്ങൾ റെഡി ആക്കിയതിന് ശേഷം ഓയിൽ മാറ്റണതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഈ പഴയ ഓയിലിലേക്ക് നമ്മൾ പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് മാറ്റാം. ആകെക്കൂടി 350 മില്ലി ഓയിൽ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റിയിട്ട് വന്നാൽ കോയിൽ പ്ലേറ്റിൻ്റെ ഓറിങ് വരും. ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ സീൽ ഉണ്ട്, ഇവിടുത്തെ ഒരു ഓയിൽ സീൽ ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ബോൾട്ടിൻ്റെ ഭാഷ ഓറിങ്, അത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ഗ്രിപ്പ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഗ്രിപ്പ് കവർ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. പിന്നെ ചെയിനും ബ്രേക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ദിവസം പറഞ്ഞായിരുന്നേ. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ദിവസമൊക്കെ ഉണ്ട്. അതൊക്കെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വർക്ക് ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് മാറ്റി നിർത്തിയേക്കാണ്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്കാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കണേ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് വേണം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.